മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിനുള്ള മന്ത്രിതല ചർച്ച ഉച്ചകഴിഞ്ഞ് 2:30 നടക്കും. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും. മണൽ നീക്കത്തിലെ സർക്കാർ ഇടപെടൽ മന്ത്രി വിശദീകരിക്കും. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇന്നലെ മണൽ അതിവേഗം നീക്കാനൊക്കെയുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു, ഡ്രഡ്ജർ കൊണ്ടുവരുന്നു, അതൊക്കെ കണ്ടതാണ്. പക്ഷേ അത് എത്രത്തോളം ഫലം ചെയ്തിട്ടുണ്ടെന്ന്, ഫലം ചെയ്യാനുള്ള സാധ്യത കുറവുമാണ്. ഇന്നത്തെ ചർച്ച നിർണായകമാണ്. എന്താണ് കരുതേണ്ടത്? അനുജ, ഇന്നത്തെ ചർച്ച അത് നിർണായകമാവുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ നാട്ടുകാരുടെ പ്രതിഷേധം അത് ഏത് നിലയിൽ തുടരും എന്നുള്ളതിൽ ഇന്നത്തെ ചർച്ച നിർണായകമാണ്. കാരണം ഇന്നത്തെ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രി പറയുന്ന കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഒരു വലിയ സമരകാലത്തിലേക്ക് മുതലപ്പുഴയിലെ ജനതയും കടക്കുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, അവിടുത്തെ മണൽ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കാരണം അതെങ്ങനെ ആ മണൽ നീക്കം വളരെ വേഗത്തിൽ നടത്താൻ കഴിയുമെന്നുള്ള ആലോചനയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സർക്കാർ ആലോചനയിലാണ്. അതിന്റെ ഭാഗമായി 2 ആഴ്ചക്കുള്ളിൽ ഈ മണൽ നീക്കം ചെയ്യാം എന്ന മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനൌദ്യോഗികമായി കഴിഞ്ഞ ദിവസം ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ അത് ഒരു തരത്തിലും പോസിബിൾ ആയ ഒരു കാര്യമല്ല എന്ന് അവിടെ നിന്ന് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പറയുന്നുണ്ട്. കാരണം 4 മാസമെങ്കിലും കഴിയാതെ ഈ മണൽ നീക്കം, അത്രയധികം മണൽ അവിടെ അടിഞ്ഞുകൂടിയ പശ്ചാത്തലത്തിൽ അതിന് വലിയ കാലയളവ് വേണ്ടിവരും എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മണൽ നീക്കം എങ്ങനെ എന്നുള്ള കാര്യത്തിലും അതിന്റെ സർക്കാർ ഇടപെടലും മന്ത്രി വിശദീകരിക്കും. നിലവിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഡ്ജർ കൊണ്ട് മാത്രം ഈ മണൽ നീക്കം പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അന്ന് നാട്ടുകാർക്കും മന്ത്രിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡ്രഡ്ജർ കൂടി അവിടെ എത്തിച്ച് 3500 ക്യൂബിക് മീറ്ററിലധികം മണൽ ഒരു ദിവസം നീക്കം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ആലോചനയാണ്. അക്കാര്യം ഇന്ന് പരിഗണിക്കും. മാത്രമല്ല, അതിനൊപ്പം തന്നെ അവിടെ നിന്നും ഈ മണൽ നീക്കം നടക്കുന്ന സമയത്ത് മത്സ്യബന്ധനത്തിന് സാധ്യമാവാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതമാർഗം അതെങ്ങനെ, അത് അവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും മാറണമോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള ആലോചനയാണ്. അത് കൊല്ലത്തെ വിവിധ ഹാർബറുകളിലേക്ക് അവരെ മാറ്റാമെന്ന് സർക്കാരിന്റെ ഒരു ആലോചനയുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാനും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള 170-ലധികം ബോട്ടുകൾ എങ്ങനെ കൊല്ലത്തെ ഹാർബറുകളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയാൽ ഒരുപക്ഷെ അവർ അതിന് വഴങ്ങിയേക്കും. എന്തായാലും തൽക്കാലം അവിടെ നിന്നൊരു പുനരധിവാസം എന്നത് അവരുടെ ആലോചനയില്ല. ഇന്നത്തെ ചർച്ചയിൽ ഇതിനൊക്കെ ഒരു മറുപടിയാകുമോ? എന്ത് പരിഹാരം എന്നതിൽ ഒരു അന്തിമ ഉത്തരം ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാമോ സലിം? അനുജ, നമ്മൾ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2:30 ഈ ചർച്ച നടക്കും. 2:30 ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കാം എന്നുള്ളതാണ്. 2 ജില്ല, തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ജില്ലാ കളക്ടർമാരുമായും ഈ ഹാർബർ ഉദ്യോഗസ്ഥരുമായും ഒക്കെ മന്ത്രി നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ പക്കൽ ഏതെങ്കിലും നിലയിൽ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുല ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. താൽക്കാലികമായെങ്കിലും ആ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു ഫോർമുല മന്ത്രിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഫോർമുല അംഗീകരിക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറാവുമോ എന്നുള്ളതാണ്. കാരണം ഈ പുനരധിവാസമല്ല, പകരം ഈ ഉദ്യോഗ പുനരധിവാസം, ജോലി പുനരധിവാസം എന്ന നിലയിലൊക്കെ ജോലിക്ക് വേണ്ടി മാത്രം കൊല്ലത്തേക്ക് പോകാം, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നിങ്ങളെയും തടയില്ല എന്നുള്ള നിലയിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിലവിലുള്ളത്. അത് താൽക്കാലികമായി ഇവരുടെ പ്രതിസന്ധി പരിഹരിക്കുക, സാമ്പത്തികമായി ഉള്ള പ്രതിസന്ധി, തൊഴിൽപരമായുള്ള പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് അത്തരത്തിലുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാവില്ല. അതിനുള്ള ഉറപ്പ് കൂടി സർക്കാർ നൽകുകയും ചെയ്യും. പക്ഷേ ഇത് ഈ മന്ത്രിയെക്കാൾ അറിയാവുന്ന, ഉദ്യോഗസ്ഥരെക്കാൾ അറിയാവുന്നത് മുതലപ്പുഴയിലെ മനുഷ്യർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഈ വിഷയം ചർച്ചയാവുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ അന്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതാണ് ഈ പൊഴിമുഖം അടയാൻ പോകുന്നു, ഒരു വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വലിയൊരു പ്രതിസന്ധി മുതലപ്പുഴയിലേക്ക് ഉണ്ടാകും എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനെ അറിയിച്ചതാണ്. പക്ഷേ അന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല. അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക മാത്രമാണത് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരാഴ്ച മുൻപ് മത്സ്യത്തൊഴിലാളികൾ മാസങ്ങൾക്ക് മുൻപേ മുൻകൂട്ടി പറഞ്ഞ കാര്യം അത് സർക്കാരും ഉദ്യോഗസ്ഥരും കാര്യമായി ഗൗനിക്കാത്ത അക്കാര്യം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ കുറിച്ച് ഏറ്റവും നന്നായി ബോധ്യമുള്ളത് അന്നാട്ടുകാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ നിർണായകമാകുന്നു. അതെ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ മുതലപ്പുഴ സമരസമിതിയുമായി ചർച്ച നടത്തുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിനുള്ള സമരസമിതിയുടെ, മുതലപ്പുഴക്കാരുടെ നിലപാട് എങ്ങനെ എന്നുള്ളതും വളരെ പ്രധാനമാണ്.